നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ടെന്നറിയില്ല, നമ്മുടെ തെലുഗു മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ പുതിയ പടത്തിൽ ഒരു പാട്ട് റിലീസായിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിന് കീഴെ തെലുഗു ഫാൻസ് വന്ന മുറവിളിയാണ്, അതായത് ഇതല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, എന്തുകൊണ്ട് വിക്രം ജയിലർ പോലുള്ള സിനിമകൾ നിങ്ങൾക്ക് ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് അദ്ദേഹം ഈ റൊട്ടീൻ സാധനങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ കേപ്പബിൾ ആണെന്നാണ്. സോ നമുക്കതൊന്ന് നോക്കാം. ആരായിരുന്നു ചിരഞ്ജീവി? തെലുഗു ഇൻഡസ്ട്രിയിൽ മെയിനായിട്ട് 4 സീനിയർ ഹീറോസ് ആണ് ഉള്ളത്: ചിരഞ്ജീവി, ബാലയ്യ, വെങ്കടേഷ് ആൻഡ് നാഗാർജുന. എന്നാൽ ഇതിൽ ചിരഞ്ജീവി ഒഴിച്ച് ബാക്കി 3 പേരും നെപ്പോട്ടിസം പ്രൊഡക്ട്സ് ആണ്. യെസ്, ഇന്ന് തെലുഗു ഇൻഡസ്ട്രിയിൽ ചിരഞ്ജീവിയുടെ ലീനിയേജിൽ വന്ന 10-11 ആക്ടേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ക്രിക്കറ്റ് കളിക്കാനുള്ള അത്രയും ആളുകൾ, അതായത് മൊത്തം നെപ്പോട്ടിസം. എന്നാൽ അവർക്കൊക്കെ ഈ വാതിലുകൾ തുറന്നുകൊടുത്ത ചിരഞ്ജീവി എന്ന സ്റ്റാർ ഒറ്റയ്ക്ക് വന്നവനായിരുന്നു. ഒറ്റയ്ക്ക് വന്നവൻ മാത്രമല്ല, 2000-ന് ശേഷം ഒരു പോയിന്റിൽ വെച്ച് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് കടക്കുന്നത് വരെയും ഇൻഡസ്ട്രിയിലെ നമ്പർ 1 അദ്ദേഹം. പിന്നെ നെപ്പോട്ടിസം എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഒരുത്തന്റെ അപ്പന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ അവൻ അത് ഉപയോഗിക്കും, അവന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ അവൻ അത് അവന്റെ മകന് കൊടുക്കുകയും ചെയ്യും. എനിവേസ്, ബാക്ക് ടു ദ പോയിന്റ്. ഈ ചിരഞ്ജീവി ഒരുപാട് കാലം നമ്പർ 1 തുടർന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ മുന്നിലും പിന്നിലുമുള്ള കാര്യങ്ങൾ? അതിൽ ആദ്യത്തേത്, ഇന്നൊരാളോട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആക്ടർ ഡാൻസർ ആരാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 25 വർഷമായി അതിന് ഒരു ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ, അതാണ് ഹൃത്തിക് റോഷൻ. എന്നാൽ ഇന്ത്യൻ സിനിമയിലെ OG ആക്ടർ ഡാൻസർ എന്ന് പറയുന്നത് അത് ചിരഞ്ജീവിയാണ്. ഇത് പറയുമ്പോൾ പലരും ഗോവിന്ദ, മിഥുൻ ചക്രവർത്തി എന്നൊക്കെ പറയും. പക്ഷെ അവരൊക്കെ നിലനിന്നതിനേക്കാൾ എത്രയോ കൂടുതൽ കാലം ഇദ്ദേഹം നിലനിന്നിട്ടുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നു. ഇനി തെലുഗു സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ഹിറ്റ് സ്വന്തമായിട്ടുള്ളതും ഇദ്ദേഹത്തിന്റെ പേരിലാണ്. 2000-ന്റെ മധ്യത്തിൽ പൊളിറ്റിക്സിന് വേണ്ടി കളം വിട്ട ഇദ്ദേഹം 2017-ൽ വിജയുടെ കത്തി സിനിമയുടെ റീമേക്കായ കൈദി എന്ന സിനിമയുമായി അത്രയും കാലത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും തിരിച്ചു വന്നപ്പോൾ തെലുഗു ഇൻഡസ്ട്രിയുടെ ഡയനാമിക്സ് മൊത്തത്തിൽ മാറിപ്പോയെങ്കിലും ഇയാളുടെ റീ എൻട്രിയിൽ ബാഹുബലിയുടെ ഒഴിച്ച് ബാക്കി പല റെക്കോർഡുകളും ഇദ്ദേഹം അന്ന് തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ മെഗാസ്റ്റാർ ചിരഞ്ജീവി, ഒരു കാലത്ത് അവിടുത്തെ കമേഴ്സ്യൽ സിനിമകളിലെ നമ്പർ 1. ഇനി ഇവിടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ആൾ അദ്ദേഹത്തിന്റെ കരിയറിൽ മെജോറിറ്റിയും ചെയ്തിരിക്കുന്നത് ഡാൻസും ആക്ഷനും ഒക്കെ ചേർന്ന മാസ് മസാല സിനിമകളാണ്. അത് തന്നെയാണ് ആൾ ഇപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഓൺലൈൻ ഫാൻസിന് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനൊട്ട് കഴിയുന്നുമില്ല.